നമ്മുടെ സൗകര്യത്തിന് കിട്ടണം എന്ന് നമ്മൾ തീരുമാനിക്കുകയോ ചെയ്യുന്നിടത്താണ് ഈ ഇടനിലക്കാരെ നമുക്ക് ആവശ്യമായി വരുന്നത്. അപ്പോ ഇത് ഒരു വ്യക്തി മാത്രമല്ല, അതൊരു സംവിധാനമോ സമൂഹമോ അതങ്ങനെ ആഗ്രഹിച്ചാൽ അവിടെ ഇടനിലക്കാർ സ്വാഭാവികമായി ഉണ്ടാവും. അത് ഒരു പ്രാദേശിക തദ്ദേശ സർക്കാർ പഞ്ചായത്ത് മുതൽ നിയമസഭ വരെയും അതൊരു വില്ലേജ് ഓഫീസർ മുതൽ സെക്രട്ടേറിയറ്റ് വരെയും നിലനിൽക്കും. അതിപ്പോ നമ്മളിപ്പോ ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ എന്താ പറയാ, സാധാരണ വിഷയങ്ങളിൽ മാത്രമല്ലല്ലോ. നമ്മൾ കേരളം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ദല്ലാൾ ഒരു പേര് വരെയുണ്ട്. ഒരാളുടെ പേരായി അത് മാറിയിട്ടുണ്ട്. അയാളുടെ പേര് നമ്മളിപ്പോ ഉദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന് ഏറ്റവും വലിയ കാരണക്കാരായി മാറുന്നത് ആക്രാന്തം കൂടിയ ഉദ്യോഗസ്ഥരും അനർഹമായി പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാരും ചേരുമ്പോഴാണ്. അവരാണ് ഈ തരത്തിലുള്ള അവരാണ് ഇവരെ വളർത്തുന്നത്. അവരുടെ ഒരു ക്യാഷ് ബോക്സ് മാത്രമാണ് ഈ ഇടനിലക്കാർ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മാമിന്റെ ഇത് ശരിക്കും നമ്മുടെ ജനങ്ങൾക്ക് ചില സൗകര്യങ്ങളുണ്ട്. കാര്യം അവർക്ക് ഇദ്ദേഹം പറഞ്ഞ പോലെ സമയലാഭം ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് കാര്യം നടക്കും. നമുക്ക് അങ്ങനെയാണല്ലോ പൊതുവെ നമ്മുടെ ഒരു ചിന്താഗതി. എളുപ്പം കാര്യം നടക്കണം. ആക്ച്വലി ഇതിന്റെ അകത്ത് ഇപ്പം പറഞ്ഞ ഇടനിലക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അക്ഷയുടെ കേസ് പറയുകയാണെങ്കിൽ ലീഗലി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടും അവരെ ഒരു തരത്തിലേക്കുള്ള ഇൻഫർമേഷൻ അസമമായ വിവരത്തിന്റെ ആ വിതരണത്തെ ക്രമത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗവേണൻസ് സംവിധാനമാണ് അക്ഷയ. പക്ഷെ ഇതേ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലതരത്തിലേക്ക് ഇപ്പം നമ്മളിത് പറയുന്ന സാധാരണ സാമൂഹ്യ സേവന രംഗത്താണ് അക്ഷയ പ്രവർത്തിക്കുന്നത്. അതല്ലാതെ ഇപ്പം നമ്മളിപ്പം ഒരു പോളിസി ലെവൽ നേരത്തെ പറഞ്ഞു, ഒരു പോളിസി ലെവലിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്ലോസ് വെക്കാന്ന് വെക്കാം. ആ ക്ലോസ് ഏതെങ്കിലും വലിയ ബിഗ് ഷോട്ടിന് അനുകൂലമാവണം. ഇതൊക്കെ നിർമ്മിക്കുന്നത് പറഞ്ഞാൽ വളരെ കൃത്യമായി പോളിസി മേക്കേഴ്സ് ഉണ്ട് അല്ലേ. അപ്പൊ ആ ഭരണകൂടവുമായി പോളിസി മേക്കേഴ്സുമായി വളരെ കണക്റ്റഡ് ആയി ബന്ധമുണ്ട് എന്ന് പറയുന്ന ആളുകൾ നമ്മൾ ഈ കാണുന്ന ചെറിയ 500,000 രൂപയൊന്നും അല്ലാത്ത രീതിയിലേക്കുള്ള വലിയ എമൗണ്ട് കൊടുത്തിട്ട് അവിടെ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുന്നത് കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങള് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ടും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുകയും ആ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ഇനീക്വാലിറ്റി എന്ന് വെച്ചാൽ അസമത്വം വളരെ കൂടുതലുള്ളിടങ്ങളിൽ തീർച്ചയായിട്ടും ഇതുണ്ടാവും. ഇടനിലക്കാർ ഈ സൊസൈറ്റിയിൽ വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കേസസിൽ വേണ്ടി വരും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പം ഒരു ട്രൈബൽ കോളനികളിൽ ഞാൻ കഴിഞ്ഞ വർഷം ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ നിങ്ങൾക്ക് കാണുന്ന വെച്ചാൽ ഇന്ന് കേരളത്തിൽ ബഹുഭൂരിപക്ഷം യൂണിവേഴ്സിറ്റികളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും സീറ്റ് വേക്കൻ്റ് ആയി കിടക്കുന്നുണ്ട്. പലയിടങ്ങളിലും സീറ്റ് വേക്കൻസി ഉണ്ട്. പ്രത്യേകിച്ച് SC/ST വിഭാഗത്തിലൊക്കെ സീറ്റ് വേക്കൻസി ഉണ്ട്. പക്ഷേ ഈ അവിടെയുള്ള ഒരൊറ്റ കുട്ടിക്ക് പോലും എന്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം സ്ഥലങ്ങളിലേക്ക് എവിടെയാണോ അവർക്ക് കോഴ്സ് കിട്ടുക ആ പറയുന്ന കാര്യങ്ങൾ അക്ഷയ സെന്റേഴ്സിന് അറിയില്ല. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ കുട്ടിയുടെ കരിയർ എന്താണ്, അവരുടെ ഓപ്ഷൻസ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ചില പ്രൈവറ്റ് കോളേജസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുട്ടികളെ കൊണ്ടുപോയി അവരെ അവിടെ ST വിഭാഗത്തിലൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫീസും സാധനങ്ങളൊക്കെ അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ അഡ്മിഷൻ വരും. എന്നിട്ട് 1 മാസം മാത്രം കുട്ടി അവിടെ നിൽക്കുകയും പിന്നീട് ഹോസ്റ്റലിലാൻ പറഞ്ഞ് ഡ്രോപ്പ് ഔട്ട് ആയി വരികയും ചെയ്യാം. അതേസമയം മലയാള സർവകലാശാല പോലെയുള്ള ഇടങ്ങളിലൊക്കെ ST സീറ്റുകൾ വേക്കൻ്റ് ആയി കിടക്കുക. ഇതിന് കാരണം എന്തുകൊണ്ടാ വെച്ചാൽ കൃത്യമായി എവിടെയൊക്കെയാണ് ഇവർക്ക് വേണ്ട ഇൻഫർമേഷൻ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ ഈ വ്യക്തികൾക്കില്ല. നമുക്ക് പറയാണ് എന്തുകൊണ്ട് ഫോണുണ്ട്, സ്മാർട്ട് ഫോൺ ഉണ്ട്, പക്ഷേ നമ്മൾ കാണുന്ന ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് വളരെ ശക്തമാവുന്നിടത്ത്, വളരെ മാർജിനലൈസ്ഡ് ആയിട്ട് ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും കിട്ടാത്തിടത്ത് സ്കീമുകൾ ഒരുപാടുണ്ട്. ഇപ്പം നമുക്കറിയാം വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്കീംസ് ഉണ്ട്, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സ്കീമുണ്ട്, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട സ്കീമുണ്ട്, ഡ്രസ്സുമായി ബന്ധപ്പെട്ട സ്കീമുണ്ട്, വിവാഹവുമായി ബന്ധപ്പെട്ട സ്കീമുണ്ട്. പക്ഷേ ഈ സ്കീമുകളൊക്കെ തന്നെ കൃത്യമായി അറിയുകയും ആർക്കൊക്കെയാണ് ഏതൊക്കെയാണ് കിട്ടാൻ അർഹതയുള്ളതെന്ന് തിരിച്ചറിയും ആ രീതിയിലേക്ക് ഇടപെടുന്ന തരത്തിലേക്കുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തിടത്തോളം കാലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.